എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ HMM ഈ കേസിലെ പ്രതിയാവും, DOയും കേസിലെ പ്രതിയാവും, പിന്നെ DDയും കേസിലെ പ്രതിയാവും. സസ്പെൻഷൻ ഉറപ്പാണെന്ന് കൂടി ഞാൻ ഇപ്പോഴും അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് PTA ഇടപെട്ട് പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ഇന്ന് അതിന്മേലുള്ള ചർച്ചയായിരുന്നു മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ നടത്തിയ ചർച്ച. ഒരു ദൈവവും ആ കാര്യത്തിൽ കാണിക്കില്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്നലെ ഇപ്പോൾ പത്തനംതിട്ട ഒരു ഓഫീസിൽ ഒരു ടീച്ചറിന് 80 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ ഞാൻ ഉത്തരവിട്ടു, സെക്രട്ടറി ഉത്തരവിട്ടു. അത് നടപ്പിലാക്കാതെ വന്നപ്പോൾ കോളേജിൽ തൻ്റെ മകന് ഫീസ് അടയ്ക്കാൻ കഴിയാതെ വന്ന സാഹചര്യം വന്നപ്പോൾ ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തു. അതിന് ഉത്തരവാദിയായിട്ടുള്ള സൂപ്രണ്ടടക്കമുള്ള 5 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരം മലപ്പുറത്ത് നിന്നുകൊണ്ട് ഇടപെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന എന്തിനാണ് ഈ സാധാരണക്കാരെ ഇവർ ഉപദ്രവിക്കുന്നത്? യഥാർത്ഥത്തിൽ സസ്പെൻഷൻ അല്ല ഇത്തരം ആൾക്കാരോട് കാണിക്കേണ്ടത്. നിയമമനുസരിച്ച് ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരവും ഗവൺമെൻറ് ഉണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും 1-2 ആൾക്കാരുടെ ഒരു അനുഭവം ഉണ്ടായാൽ മര്യാദയ്ക്ക് ഗവൺമെൻറ് ശമ്പളം വാങ്ങിക്കൊണ്ട് പാവപ്പെട്ടവരെ സേവിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാം തയ്യാറാകുമെന്ന കാര്യം സംശയമില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് മുഖം ടീച്ചർ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ മതി, അവൻ പുറവശത്ത് വാതിലിലൂടെ ചാടി ഇറങ്ങിപ്പോവും. ഒരു കാര്യം ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ഒരു സ്ഥിതിയാണ് ബാക്ക് ബെഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർ പലരും ജയിക്കില്ല, തോക്ക മാത്രമാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്. ഈ ടീച്ചർക്ക് എല്ലാവരെയും കാണുന്ന രൂപത്തിൽ നമുക്ക് ഷേപ്പിൽ എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്താൽ എല്ലാ കുട്ടികളെയും കാണാനും ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ളൊരു അനുഭവം മാറ്റുന്നതിന് വേണ്ടി കഴിയും. അത് ഇവിടെ ഇപ്പോൾ പുതിയ സ്കൂളിൽ, പിന്നെ പഴയ സ്കൂളിൽ എല്ലായിടത്തും നടക്കില്ല. പുതുതായി കെട്ടിടം കെട്ടുന്ന പല സ്ഥലങ്ങളിലും നമുക്കത് പരീക്ഷിച്ച് നോക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ ഈ മനോഹരമായ കെട്ടിടത്തിലും ഈ ചടങ്ങിലും പങ്കെടുക്കുവാൻ, കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനും ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും 1-2 സ്കൂളിൽ പോകാനുണ്ട്.